ഹായ് ഓൾ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പതിവ് പോലെ LDC എക്സാമിന് വേണ്ടി SCERT പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SCERTയിൽ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സോഷ്യൽ സയൻസിൽ 5ാം ക്ലാസ്സിലെ അധ്യായം 7 അധ്യായം 7 വരുന്നത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ്. SCERT ന്യൂ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള അധ്യായം 7 5ാം ക്ലാസ്സിലുള്ള ക്ലാസ്സാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ്. വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ്. 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്തു നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗം ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടേമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. മെസപ്പൊട്ടേമിയൻ ജനത നിർമ്മിച്ച ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്ത് വെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്ന പ്രദേശം ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലായിരുന്നു. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ എഴുത്തുലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോൺ. ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചക്രവണ്ടികൾ മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെയായിരുന്നു. പിന്നീട് റോഡ് ഗതാഗതം നിലവിൽ വന്നു. റോഡ് ഗതാഗതം മക്കാദം റോഡുകൾ 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്കാദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക്കാദം റോഡുകൾ എന്നറിയപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്ക് വഹിക്കുന്നു. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായും 4ആയി തിരിക്കാം: ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ, ഗ്രാമീണ പാതകൾ. ദേശീയ പാതകൾ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളെയും പ്രധാന ഭാഗങ്ങളെയും സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ദേശീയ പാതകൾക്ക് ദേശീയ പ്രാധാന്യമുണ്ട്. ദേശീയപാതകളിൽ ചിലത് ഇന്ത്യയെ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. സംസ്ഥാന പാതകൾ ദേശീയപാതകളെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന റോഡുകളാണ്. സംസ്ഥാന പാതകളുടെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ജില്ലാ ഹൈവേകൾ ജില്ലയിലെ പ്രധാന റോഡുകളാണിവ. ഒരു ജില്ലയിലെ പ്രധാന റോഡുകളെ സംസ്ഥാനത്തെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കുന്നു. ജില്ലാ ഹൈവേകളുടെ അറ്റകുറ്റപ്പണി ജില്ലാ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. ഗ്രാമീണ പാതകൾ ഒരു ഗ്രാമത്തെ മറ്റൊന്നുമായും വിവിധ ഗ്രാമങ്ങളെ ജില്ലയിലെ പ്രധാന റോഡുകളുമായും ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ പാതകളുടെ പരിപാലനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ദേശീയ പാതകളുടെ പരിപാലനം കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതാ ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരത്തിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നു. റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ. താരതമ്യേന ചെലവ് കുറവാണ്, ഹ്രസ്വദൂര യാത്രകൾക്ക് അനുയോജ്യമാണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാപ്യമാകുന്നു. സൗകര്യം, വിവിധോദ്ദേശ സേവനം, ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത മാർഗം എന്നിവയാണ്. റെയിൽ ഗതാഗതം കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. റെയിൽവേ സംവിധാനം ആരംഭിച്ച ആദ്യ രാജ്യം ബ്രിട്ടൻ. ഇന്ത്യൻ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ 1853 ഏപ്രിൽ 16. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861.
റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ: കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാം, കൂടുതൽ ചരക്ക് നീക്കത്തിന് സാധിക്കുന്നു, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു, വ്യാപാരത്തിൻ്റെ വികാസം, മാനവ വിഭവശേഷിയുടെ ചലനാത്മകത വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ്. റെയിൽ ഗതാഗതം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട്. മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂരു, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് 1984. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017. കൊച്ചി മെട്രോയുടെ ഭാഗ്യചിഹ്നം മിലു എന്ന ആന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നം ജങ്കു എന്ന അലങ്കാര മത്സ്യം. കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25-നാണ്. ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് KMRL ആണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ലോകനാഥ് ബെഹ്റ.